മലയാളത്തിൻ്റെ പ്രിയ നടൻ ശ്രീനിവാസൻ ഇന്ന് നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റെന്നും അതുപോലെ ആത്മകഥയെന്നുമൊക്കെ ഈ നടൻ ശ്രീനിവാസൻ പ്രഭാകരേട്ടൻ്റെ ബാല്യകാല സുഹൃത്തും വിദ്യാഭ്യാസകാലത്തെ സുഹൃത്തുമൊക്കെ ആണ് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു. എന്താണ് അദ്ദേഹം ഇവിടെ പറഞ്ഞ സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് പ്രഭാകരേട്ടൻ പറയുന്നത്? 1968 മുതൽ 71 വരെ 3 വർഷക്കാലം ഞങ്ങൾ മട്ടന്നൂർ NSS കോളേജിൽ സഹപാഠികളായിരുന്നു. അപ്പോൾ അന്ന് മുതൽ ആ കാലഘട്ടം പിന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂട്ടായ്മയിലെ എല്ലാവരുടെയും മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ശ്രീനിവാസൻ. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വളരെ ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങളെയും വളരെ ലാഘവത്തോടെ വളരെ ഹ്യൂമറസായിട്ട് സമീപിക്കുന്ന ഒരു രീതിയായിരുന്നു. അങ്ങേര് സംസാരിക്കുമ്പോൾ അങ്ങേര് വളരെ സീരിയസ് ആയിരിക്കും, പക്ഷെ കൂടെ നിന്ന് ഞങ്ങൾക്കൊക്കെ നിരന്തരം ചിരിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഒരവസ്ഥയാണ്. അത് എന്ത് കാര്യം പറഞ്ഞാലും അങ്ങനെയാണ്. അത് ബഹുമുഖ പ്രതിഭയായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലത്ത് നാടക അഭിനയത്തിലും നാടക സംവിധാനത്തിലും ഒക്കെ യൂണിവേഴ്സിറ്റി ലെവലിലൊക്കെ ഒരുപാട് ഇതൊക്കെ നേടിയിട്ടുള്ള കക്ഷിയാണ്. പിന്നെ കൂട്ടായ്മകളിൽ വളരെ നല്ല ഒരു വ്യക്തിബന്ധങ്ങൾ സൂക്ഷിച്ചിരുന്ന ആളായിട്ടാണ് എൻ്റെ ഓർമ്മ. എൻ്റെ പെങ്ങളുടെ വിവാഹത്തിന് നാട്ടിൽ വന്നിട്ട് പുള്ളി 2-3 ദിവസം ഞങ്ങളെ വീട്ടിൽ ഞങ്ങളൊരു താമസിക്കുകയും കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള സർവ്വ സംഗതികളൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞ അത്തരത്തിൽ പേഴ്സണൽ ഒരു റിലേഷൻ സൂക്ഷിച്ചിരുന്ന ആളാണ്. പിന്നീട് ഞാൻ കോഴിക്കോട് സ്ഥിരതാമസമാക്കിയപ്പോൾ 2000 അതിന് മുമ്പേ 81-82 മുതലേ കോഴിക്കോടുണ്ട്. അപ്പോൾ 2000 ആ സമയത്ത് പുള്ളി കോഴിക്കോട് വരുന്ന സമയത്ത് ഞാൻ സിവിൽ സ്റ്റേഷനിൽ താമസിക്കുന്ന സ്ഥലത്ത് സ്ഥിരമായിട്ട് വരുമായിരുന്നു. രാത്രി 11 മണി 11:30 ശേഷമാണ് വരിക. കാരണം പകൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ വന്നിട്ട് സംസാരിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥയായതുകൊണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പേഴ്സണൽ റിലേഷനൊക്കെ നിലനിർത്തുന്ന ആളായിരുന്നു. പിന്നെ അവസാന കാലത്ത് കുറച്ച് ഞങ്ങൾ ബ്രേക്ക് വന്നു. അത് അങ്ങനെയാണ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രതിഭ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് അന്നേ തോന്നിയിട്ടുണ്ട് ഇയാൾ തീർച്ചയായിട്ടും ലോകം അറിയുന്ന ഒരാളായി മാറുമെന്നുള്ളത് ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വെർസറ്റൈൽ പ്രതിഭയായിരുന്നു പുള്ളി. എഴുത്തിലായാലും സംസാരത്തിലായാലും പുള്ളി ജീവിതത്തിനെ സമീപിക്കുന്ന ഒരു രീതിയുണ്ട്, ഒരു ആറ്റിറ്റ്യൂഡ്, അതായിരുന്നു വളരെ രസകരമായത്. ഇതൊക്കെ വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള, മറ്റുള്ളവർ കാണുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് വളരെ ലാഘവത്തോടു കൂടി, നമ്മളത് വലിയ ടെൻഷനായിട്ട് കാണുമെങ്കിൽ പുള്ളി അതിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിൻ്റെ രൂപവും ഭാവവും അത് നമ്മളെ മനസ്സിലുണ്ടാക്കുന്ന എഫക്റ്റും വളരെ ഡിഫറെൻ്റാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു പുള്ളി. പിന്നെ അത് സിനിമാ രംഗത്ത് വന്ന ശേഷവും അങ്ങേരുടെ ഒരു പ്രതിഭ ശരിക്കും അംഗീകരിക്കപ്പെട്ടു. കേരളവും മലയാളികളും മൊത്തത്തിൽ മനസ്സിലായി കഴിഞ്ഞല്ലോ. അപ്പോൾ പ്രഭാകരൻ്റെ പുസ്തകത്തിൽ നിന്ന് മനസ്സിലായത് 3-4 സുഹൃത്തുക്കൾ ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നു അല്ലേ? അതെ. അന്ന് ഞങ്ങൾ 3-4 സുഹൃത്തുക്കൾ കമ്പനിയായിട്ട് ഒരു രാജൻ എന്ന് പറഞ്ഞ അയാൾ SP ആയിട്ട് റിട്ടയർ ചെയ്ത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കണ്ണൂർ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വിഷ്ണു നമ്പൂതിരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പയ്യന്നൂർക്കാരനുണ്ട്. അയാൾ റോയൽ വളരെ ഹൈ പോസ്റ്റിൽ നിന്ന് പിരിഞ്ഞ ആളാണ്. വേറെ ഞങ്ങൾ മൊത്തത്തിൽ 5 പേരായിരുന്നു. ബാക്കിയുള്ള പേരുകൾ നിരന്തരമായിട്ട് ഇവരുമായിട്ടൊക്കെയാണ് നമുക്ക് കുറച്ചൊരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നത് ആർട്ടിസ്റ്റ്. ഇപ്പോൾ ഈ നടൻ ശ്രീനിവാസിൻ്റെ ഇത് നോക്കുമ്പോൾ എപ്പോഴും സ്വയം പരിഹസിക്കുന്ന രീതി നോക്കും. അത് ആ കാലഘട്ടത്തിലും അന്നും അങ്ങനെ തന്നെയായിരുന്നു. അന്ന് പഠിക്കുന്ന കാലത്ത് പുള്ളി ഹെൽത്ത് കോൺഷ്യസ് ആയിരുന്നു, ഭയങ്കര ഹെൽത്ത് കോൺഷ്യസാണ്. ഞങ്ങളൊക്കെ പുകവലിക്കുകയും അത്തരത്തിലുള്ള എല്ലാ കുരുത്തക്കേടുകളിൽ ഏർപ്പെടുമ്പോൾ പുള്ളി വളരെ ഹെൽത്ത് കോൺഷ്യസാണ്. പുകവലിക്കുകയോ മദ്യപിക്കുകയോ യാതൊരു ഇതുമില്ല. എപ്പോഴും നിരന്തരം വ്യായാമം ചെയ്യും. നല്ല ഭക്ഷണത്തിൻ്റെ മുകളിൽ കേന്ദ്രീകരിക്കും. അങ്ങനത്തെ ഒരു കക്ഷിയാണ്. പക്ഷേ പിന്നീട് സിനിമാ ലോകത്ത് വന്നപ്പോൾ പുള്ളിയുടെ ആ ഒരു ശൈലിയൊക്കെ മാറി. പുകവലിയും മദ്യവും അങ്ങനെയുള്ള എല്ലാ ഒരു ഇറഗുലറായിട്ടുള്ളൊരു ലൈഫിലേക്ക് മാറി. അതുകൊണ്ട് പുള്ളിയുടെ ആരോഗ്യം അന്നത്തെ രീതിയിൽ തന്നെ തുടരുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വളരെ കാലം ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുമായിരുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം എന്താ പഠിച്ചിരുന്നത്? നിങ്ങൾ ഏത് ക്ലാസ്സുകൾ? ഞങ്ങൾ BA എക്കണോമിക്സ്, BA എക്കണോമിക്സ് ആൻഡ് ഹിസ്റ്ററി ഡബിൾ മെയിൻ, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അതിലായിരുന്നു നിങ്ങൾ 5 പേരും പഠിച്ചിരുന്നത്? അതെ, 5 പേരാണ്. ശരി. താമസിച്ചിരുന്നത്? ഞങ്ങൾ അവർ ശ്രീനിക്ക് അതിൻ്റെ അടുത്തൊരു റിലേഷൻ ഉണ്ട്. പുള്ളി ചില സമയത്ത്
പിന്നെ ഒരു ഫാദറിൻ്റെ മദറിൻ്റെ മറ്റൊരു വീട് അതിൻ്റെ അടുത്തൊരു 5-6 കിലോമീറ്റർ അപ്പുറത്തുണ്ട്. പുള്ളി ചിലപ്പോൾ അവിടെ പോകും, അല്ലാത്ത സമയം ഞങ്ങൾ ലോഡ്ജിൽ താമസിക്കുക. അവിടെ ഒരു പിന്നെ റോഡ് സൈഡിലൊരു പിന്നെ ഇതുണ്ട്, ലോഡ്ജിൻ്റെ സ്റ്റെയർ, അതിനോട് താമസിക്കും. അങ്ങനെയായിരുന്നു ഞങ്ങൾ കുറേ കാലം ഉണ്ടായിരുന്നത്. പിന്നെ 1-2 സ്ഥലത്ത് താമസം മാറിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഒരു വളരെ രസകരമായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നത്. ഇന്നിപ്പോൾ അതിനെപ്പറ്റി പുതിയ ജനറേഷനോട് അന്നത്തെ ജീവിതാനുഭവങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ എത്രത്തോളം എനിക്ക് പിന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അന്നും ഈ കലാപ്രവർത്തനമൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. പുള്ളി വളരെ പിന്നെ ശ്രീനിവാസ അന്നും പിന്നെ ഈ നാടക പ്രവർത്തനം, നാടകരചന, അതേപോലെ തന്നെ നാടക സംവിധാനം, അഭിനയം, അത് പുള്ളിക്ക് ഭയങ്കര ഒരു ക്രൈസായിരുന്നു. ഭയങ്കര ഒരു ആവേശം വരുന്നൊരു സംഗതിയാണ്. അത് സംഗതി, ഏത് വിഷയവും പിന്നെ അങ്ങനെ ഒന്ന് രൂപപ്പെടുത്തുന്നതിൽ ആ ലെവലിലാണ് പുള്ളി ചിന്തിക്കുക. എന്തെങ്കിലും ഒരു ടോപ്പിക് കിട്ടിയാൽ അതിനെങ്ങനെ അത് പിന്നെ ആ രീതിയിലൊരു കലാരൂപമാക്കി മാറ്റാൻ പറ്റും എന്നുള്ള അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു. നാടകം എഴുത്തും പരിപാടികളൊക്കെ അന്നുണ്ട്. അന്നും അന്നുണ്ട്. അത് കോളേജ് പിന്നെ മാഗസീനിലും അങ്ങനെയുള്ള സംഗതിയിലൊക്കെ എപ്പോഴും പുള്ളി കവിതയൊക്കെ എഴുതും. മാഗസീനിൽ എന്താ എഴുതാള്? മാഗസീനിൽ പുള്ളി കഥകളൊക്കെ എഴുതാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള പല മെയിൻലി പിന്നെ അഭിനയത്തിലാണ് പുള്ളിക്കുള്ളത്. നാടകരചന, പിന്നെ അത് സംവിധാനം ചെയ്യൽ, സംവിധാനം ഭയങ്കര താല്പര്യമുള്ള ഇതാണ്. ഒത്തിരി നാടകമൊക്കെ സംവിധാനം ചെയ്തിരുന്നു. യൂണിവേഴ്സിറ്റി ലെവലിൽ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമായിട്ട് പുള്ളി ബെസ്റ്റ് ആക്ടറായിട്ട് ആ കാലഘട്ടത്തിൽ 2 തവണ എന്തായാലും ഉണ്ടായിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ലെവലിൽ തന്നെ. പിന്നെ എങ്ങനെയായിരിക്കുമല്ലോ ഈ എല്ലാവരും ശ്രദ്ധിക്കുന്നൊരു പോയിന്റ്, ഒരു സ്വയം പരിഹസിക്കുന്ന ഈ കാര്യമാണ് മൂപ്പര് എപ്പോഴും എല്ലാവരും എടുത്തു പറഞ്ഞു കണ്ടത്. അതെ, അത് അന്നേ ഉള്ളതാണ്. അത് എങ്ങനെയാണല്ലോ ഈ രീതിയിലൊരു പുള്ളിയുടെ ഒരു പുള്ളി മൂപ്പരുടെ കുടുംബ ബാക്ക്ഗ്രൗണ്ട്, പുള്ളിയുടെ ഫാദറും മദറും 2 വ്യത്യസ്ത ഇത് വരുന്ന ആളാണ്. ഫാദർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ്, മദർ പിന്നെ ഫോർവേഡ് കമ്മ്യൂണിറ്റി. അപ്പോൾ ഈ ഒരു കൾച്ചർ തമ്മിലുള്ള ചില ക്ലാഷുകൾ സ്വാഭാവികമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്വാധീനം പിന്നെ ഒരു പക്ഷേ പുള്ളിയിലും അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് സൃഷ്ടിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പുള്ളിയുടെ പിന്നെ എല്ലാത്തിനെയും ക്രിട്ടിക്കലായിട്ട് കാണുന്ന ഒരു ഹ്യൂമറസ് ആയിട്ട് കാണുന്നൊരു ശൈലി പുള്ളിക്ക് നേരത്തെ ഉണ്ട്. പുള്ളി ഫാദറിനെ എപ്പോഴും വളരെ രസകരമായിട്ട് വിമർശിക്കുന്നൊരു ശൈലി ഉണ്ടായിരുന്നു പുള്ളി. അത് കേൾക്കുന്ന ആൾക്ക് തോന്നുന്നില്ല, പക്ഷെ പുള്ളി അത് പറയുമ്പോൾ പിന്നെ വിമർശനം തന്നെ അതോടൊപ്പം തന്നെ അത് വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള. സുഹൃത്തുക്കളുണ്ടായിരുന്ന ആളുകളൊക്കെ പിന്നീട് ഒരുമിച്ച് ചേരുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് പിന്നെ ആർട്സ് രവി എന്ന് പറഞ്ഞിട്ട് വേറൊരു സുഹൃത്തുണ്ട്. ആർട്സ് രവി ചിത്രം വരെയൊക്കെ ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ള അയാൾ എൻ്റെ ഫാദറിൻ്റെ നാട്ടിൽ തന്നെയുള്ളതാണ്. ആർട്സ് രവിയും ശ്രീനിയും ഞാനും വിഷ്ണുവൊക്കെ പിന്നീട് പല പ്രാവശ്യം കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. രവി ബോംബെയിൽ ഒരു ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുക, കുറേ കാലമായിട്ട് ബോംബെയിലുള്ള പുള്ളി. പിന്നെ ഇവർ കലാപരമായിട്ടുള്ള ഇത് കൂടുതലുണ്ട്. ഞാൻ ഈ കല ആസ്വാദനം അല്ലാതെ പിന്നെ നമുക്ക് കലാകാരന്മാർ എന്നുള്ള ആൾക്ക് പിന്നെ ആർട്സ് രവി എന്നാണ് ഞങ്ങൾ വിളിക്കുക പുള്ളീനെ. അവർ തമ്മിൽ കുറച്ചും കൂടി കൂടുതൽ നല്ലൊരു റാപ്പോർട്ട് ഉണ്ടായിരുന്നു. പുള്ളി പിന്നെ ശ്രീൻ്റെ കൂടെ കോഴിക്കോട്, ഞാനുള്ള സമയത്ത് കോഴിക്കോടൊക്കെ വരാറുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു അതിൻ്റെ അവസാനം കണ്ടിട്ട് കുറേ വർഷങ്ങൾ. ശ്രീനിവാസനെ ഞാൻ കണ്ടിട്ട് അത് പിന്നെ ഞാൻ ഇസ്ലാം സ്വീകരിച്ച ഒരു സാഹചര്യം 2003 ഉണ്ടായിരുന്നു. അപ്പോൾ 2006 ഞാൻ സൗദിയിലേക്ക് പിന്നെ അടുത്ത ഈ ഉംറ നിർവഹിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി എനിക്ക് സുഹൃത്തുക്കളെ എനിക്ക് ടിക്കറ്റ് അറേഞ്ച് ചെയ്തത് പിന്നെ ബോംബെയിൽ നിന്നായിരുന്നു. അപ്പോൾ ബോംബെയിലേക്ക് ഞാനിങ്ങനെ പിന്നെ സൗദിയിൽ പോകുന്നുണ്ട്. ഈ റിലീജിയൻ കൺവേർഷനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിരുന്നില്ല. സൗദി പോകുന്നുണ്ട്, എനിക്ക് ഞാൻ ബോംബെയിൽ നിന്നാണ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ മൂപ്പർ അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന രാമേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു കക്ഷിയുണ്ട്, പിന്നെ പയ്യന്നൂർക്കാരാണ്. പുള്ളി അന്ന് കോളേജ് പഠിക്കുന്ന കാലത്ത് ഫുൾ തണ്ണി ഈ പാർട്ടിയാണ്. പുള്ളി അധികകാലം ജീവിച്ചിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല, പക്ഷെ പുള്ളിക്കൊരു കുഴപ്പമില്ല. ബോംബെയിൽ വലിയൊരു പ്രസ്ഥാനമായിട്ട് സാമ്പത്തിക സ്ഥാപനങ്ങൾക്കുള്ള കക്ഷിയാണ്. അപ്പോൾ മൂപ്പരെ വിളിച്ചു പറഞ്ഞത് ശ്രീനി എന്നെ കോൺടാക്ട് ചെയ്ത് എനിക്ക് അവിടെ താമസത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു തന്നു. അപ്പോൾ ട്രാവൽ ഏജൻസിയിൽ പിന്നെ പോയി പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ പാസ്പോർട്ട് സംഗതികളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഇങ്ങനെ ഓരോ 5 മിനിറ്റ് കൂടുമ്പോൾ വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അന്ന് പാസ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് അതിൽ പിന്നെ റിലീജിയൻ ചേർത്തിട്ടുണ്ട്. പിന്നെ പാസ്പോർട്ടിലുള്ള
പ്രഭാകരൻ എന്നുള്ള പേര് കണ്ടിട്ട് പാസ്പോർട്ടിൽ മറ്റേ മലയാളീസാണ് സ്റ്റാഫ്. അപ്പോൾ ഈ മുസ്ലിം എന്ന് കണ്ടിട്ട് അയാളെങ്കിൽ നമ്പർ മുസ്ലിമാണോ നിങ്ങളത്? അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന രാമേന്ദ്രനും അന്നേരമാണ് അറിയുന്നത്. അതേ സമയത്താണ് ശ്രീനീൻ്റെ ഫോൺ വന്നത് രാമേന്ദ്രനോട്, എന്താണ് അവൻ്റെ കാര്യം എന്തായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇവിടെ സംഗതി നടന്നുകൊണ്ടിരിക്കുകയാണ്, ആൾ നമ്മൾ കരുതിയ പോലുന്നില്ല, ആൾ വളരെ പുരോഗമിച്ച ആളിപ്പോൾ മുസ്ലിമാണ്. അന്നേരം ഒരു 4-5 മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചിരുന്നു. പിന്നീട് ഞങ്ങൾ പിന്നെ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നില്ല. വലിയ പ്രതിഭയായിരുന്നില്ല. അതെ അതെ, വലിയ പിന്നെ ഒരിക്കലും കേരളത്തിൻ്റെ സിനിമാ ചരിത്രത്തിൽ പിന്നെ ഒരിക്കലും പിന്നെ മാഞ്ഞു പോവാത്ത ഒരു പേരായിട്ട് ശ്രീനി നിലനിൽക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ ഒരു മൗലിക പ്രതിഭയായിരുന്നു. ഈ പിന്നെ ഈ സാധാരണ ഞെക്കിപ്പഴിപ്പിച്ചിട്ടുള്ള അങ്ങനെയുള്ളതല്ല, ഇത് ഒറിജിനൽ പിന്നെ ഓർഗാനിക് ആയിട്ടുള്ളൊരു ഇതായിരുന്നു പുള്ളി. അതാണ് അതിൻ്റെ പ്രത്യേകത. അത്തരം ആളുകൾ പിന്നെ ചരിത്രത്തിൽ എല്ലാ മേഖലയിലും ഉണ്ടാവുമായിരിക്കും, പക്ഷേ സിനിമയിൽ ശ്രീനിയെ പോലത്തെ ഒരാൾ സിനിമയുടെ ചരിത്രത്തിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരു പിന്നെ 50-60 വർഷത്തിലേറെയായിട്ട് സിനിമകൾ കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അങ്ങനത്തെ എല്ലാ ഇംഗ്ലീഷായാലും ഹിന്ദി ആയാലും തമിഴായാലും ഒക്കെ തമിഴ് സിനിമകളോട് വളരെ മുമ്പേ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മൗലിക പ്രതിഭ ശ്രീനിയെ പോലെ വേറൊരാൾ ഉള്ളതായിട്ട് എനിക്കറിയില്ല. അതായത് പിന്നെ അതെന്ന് വെച്ചാൽ ഈ പിന്നെ മൈൻഡ് സെറ്റിൻ്റെ പിന്നെ ബേസിക് വാല്യൂസൊക്കെ ഉണ്ട്. നമ്മൾ ഫോളോ ചെയ്യുന്ന വാല്യൂസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് സ്വാഭാവികമായിട്ട് നമ്മൾ സുഹൃത്തുക്കൾ തമ്മിലൊക്കെ ഉണ്ടാവും, അത് ഇത്രേ ഉള്ളൂ. അതിപ്പോൾ വ്യത്യസ്തമായിട്ട്, പക്ഷേ അതൊന്നും പുള്ളിയുടെ പിന്നെ ഈ പ്രതിഭയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതൊന്നും ബാധിച്ചിട്ടില്ല. അത് സാമാന്യമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഇതുപോലെ ഈ ഒരു ദിവസം ഇത്തരം കാര്യങ്ങൾ പങ്കുവച്ചതിൽ നന്ദി.